ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം, രാത്രിയാണ് ഞാൻ കുറച്ചൊന്ന് ബിസി ആവുന്നത്. കാരണം നമ്മൾ പണിക്ക് പോകുന്ന ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ആയിരിക്കുമല്ലേ കറി വെക്കാനൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുന്നേ വാങ്ങി വെക്കാനോ സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒന്നും പറ്റൂല. അപ്പം ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ ദിവസം അങ്ങനെ വൈകുന്നേരം കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുക. ഇന്നിപ്പോൾ തൂതമീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത് ഞാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവരും വെക്കുന്നത് പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ കുക്കിംഗ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്ന് കമൻറ്റൊക്കെ കണ്ടു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു ചട്ടി വെച്ച് കൊടുത്ത് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തക്കാളിയും ഒരു പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ തൂതമീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കറി വെച്ചാലും അതിലൊരു ഉപ്പും മുളകും പിടിക്കാത്തൊരു സ്ഥിതിയായിരിക്കും അല്ലേ. മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പേര് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ബീഫൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെച്ചാൽ ഇതിൽ കുറച്ചുകൂടെ എന്താ പറയുക, സാധാ നമ്മൾ മീൻ വെക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുന്നതിനേക്കാളും കൂടുതൽ അരിഞ്ഞിടുന്നതായിരിക്കില്ലേ നല്ലത്. പക്ഷേ ഈ ഒരു മീനിന് ചതച്ചിടുമ്പോഴാണ് കേട്ടോ കൂടുതലൊരു ടേസ്റ്റ് ഒന്നുകൂടെ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാ മീൻ വെക്കുമ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടൽ. ഈ ഒരു മീനായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ ആ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷമാണ് പിന്നെ ആ മസാലയായിട്ട് പിന്നെ നമ്മുടെ തക്കാളിയായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. പിന്നെ എന്താ മീൻ വെക്കുന്ന സമയത്ത് ഉലുവ ചേർക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ. എനിക്കെന്തോ അറിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റിനോട് അത്ര താല്പര്യമല്ല. അത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. അതുകൊണ്ട് ഞാനങ്ങനെ ഉലുവ ഇടാറില്ല കേട്ടോ മീൻ വെക്കുന്ന സമയത്ത്. പിന്നെ അതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പുളി പിടിച്ചോളും. അപ്പോൾ ഇവിടെ വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ പ്രത്യേകത നന്നായിട്ട് വെള്ളത്തിൽ അങ്ങനെ ചാറോട് കൂടി വെക്കാൻ വേണ്ടിയിട്ട് തീരെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു കുറുകിയ ഒരു കറിയായിരിക്കും ഈ മീനിന് എപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് അതിന് മുന്നേ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മീനിടുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീനിട്ടാൽ പിന്നെ നമുക്ക് കൂടുതൽ അങ്ങനെ കുത്തി ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മീൻ. ഇത് വെള്ള തൂതയാണ്. ഇതിൻ്റെ കറുത്ത കളറുള്ളതും ഉണ്ട് അല്ലേ. അപ്പോൾ വെള്ള അധികം അങ്ങോട്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല തോന്നുന്നു. കറുപ്പിന് ഭയങ്കരമായിട്ട് ഒരു എന്താ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ തന്നെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സാദാ മീനുമാണ് പോലെയല്ല, കുറച്ചൊരു വേവും കൂടുതലുള്ളതാണ് ല്ലേ. പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടുന്ന അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് മീനല്ലല്ലോ ഇത്. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കറിയിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ചൊന്നായ സമയത്ത് തന്നെ ഇനി ഒക്കെ ഒന്ന് എന്താ ചട്ടി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഏതൊരു മീനിലാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിലിട്ടിട്ട് വല്ലാതെ ഇങ്ങോട്ട് ഇതാക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഒക്കെ കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് എന്താ പറയുക ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഭാഗമൊക്കെ പിടിക്കാത്തതായിട്ടുണ്ടെങ്കിലോ
അപ്പോൾ കുറച്ച് പഴവും കൂർക്കലൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ കൊട്ടയിലൊക്കെ ഇട്ട് വെച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ കറിയായ ഉടനെ തന്നെ ഫുഡ് കഴിക്കലും കഴിയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചില ദിവസങ്ങളിൽ ഇശാ നിസ്കരിക്കുക. അല്ലെങ്കിൽ പിന്നെ നിസ്കരിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ചോറുണ്ണും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പച്ചെമ്പിലാണ് നമ്മുടെ എന്താ പറയുക ഇഡ്ഡലി ചെമ്പിലാണ് ചോറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യൽ. അതാണ് എനിക്കൊരു സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പരിപാടിയാണല്ലോ വെളിച്ചെണ്ണ ഒഴിക്കലും പച്ച വെളിച്ചെണ്ണ ഒഴിക്കലും പിന്നെ കറിവേപ്പില ഇടലൊക്കെ. കറിവേപ്പിലയൊക്കെ ഞാൻ ഇവിടുത്തെ ചെറിയ തൈൻ്റെ മുകളിൽ നിന്ന് പറിച്ച് പറിച്ച് ഇങ്ങനെ ഒപ്പിക്കുകയാണ് കേട്ടോ. വാങ്ങുന്നത് പിന്നെ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കുറുകി വരും കേട്ടോ ചാറ്. അപ്പോൾ മീൻ കറിയിലൊക്കെ ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതാ ചോറൊക്കെ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം പാത്രങ്ങളൊക്കെ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഇതാ അരിയൊക്കെ അരച്ച് വെക്കുകയാണ് രാവിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ അരി വെള്ളത്തിലിടുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളത്തോട് കൂടെ തന്നെ അരച്ചെടുത്താൽ ഒന്നുകൂടെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഓരോ ടിപ്പുകളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തി നോക്കുക. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ. അങ്ങനെ തന്നെയാണ് നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിയൊക്കെ നല്ലപോലെ അരച്ച് പിന്നെ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ വെള്ളമാക്കാതെ അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉപ്പും കൂടെ രാത്രി തന്നെ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. അരക്കുന്ന സമയത്ത് ചിലർക്ക് അത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇടലുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ ഇറക്കി വെക്കൽ. അപ്പോൾ അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. തിളപ്പിക്കുകയല്ല, തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒന്ന് അത്യാവശ്യം ചൂടായി വരുന്ന ആ ഒരു രീതിക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മുടെ അരിയും കൂടെ അതിലേക്ക് അങ്ങനെ വെക്കലാണ് കേട്ടോ. ഞാനിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് മാവൊക്കെ പൊങ്ങി വരാൻ കുറച്ചൊരു ഇടങ്ങേറായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ സിമ്പിളായിട്ട് അടുപ്പില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കി പാത്രങ്ങളൊക്കെ തന്നെ കഴുകി കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കള പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ കിച്ചൺ അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെക്യൂരിറ്റീൻ്റെ പഠനവും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ തന്നെ ഇതാ ബുക്കൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടെ തന്നെ നിൽക്കും. ഇനി രാവിലെ ഞാൻ അതൊന്ന് മാന്തി നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഞാൻ കാണാതെ അവൾ എടുത്ത് വെക്കുന്ന ദിവസം രാവിലെ അവൾ കാണാതെ ഞാനും ഒന്ന് ചെക്ക് ചെയ്യലുണ്ട്. പിന്നെ കാണാതെയെന്ന് ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം നമ്മൾ അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അതങ്ങനെയല്ല ഇതിങ്ങനെയാണ് നീ അത് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളെ മനസ്സിലെങ്കിലും ഒരു തോട്ട് വരും. എന്താ വെച്ചാൽ ഞാനിത് ചെയ്താൽ ശരിയാവില്ല, എന്നാൽ നാളെ മുതൽ ഉമ്മി എടുത്ത് വെച്ചോട്ടെ, ഉമ്മി ചെയ്തോട്ടെ എന്നുള്ളൊരു തോട്ട് എന്തായാലും വരും കേട്ടോ ചില മക്കളുടെ മനസ്സിൽ. അപ്പോൾ അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവൾ കാണാതെ തന്നെയാണ് അവൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ. പിന്നെ ഒന്ന് ചെക്ക് ചെയ്യൽ. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അവർ ചെയ്തത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് രീതിക്കാണ് എടുക്കുക എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അവരെ ഒന്ന് നീ ഉഷാറാണ് അങ്ങനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചെക്കിക്കുട്ടീൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സിൽക്കി ആൻഡ് സ്മൂത്തി ആയിട്ടുള്ള മുടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങേറാണ് കെട്ടാനൊക്കെ. ഞാനിങ്ങനെ പിന്നിട്ട് കൊടുക്കൽ ഇപ്പോഴാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കട്ടൊക്കെ വെട്ടിയോണ്ട് തന്നെ ഇങ്ങനെ ഒറ്റ ഇതിലൊക്കെയാണ് പിന്നിടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളിങ്ങനെ നോക്കുക കേട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കഥ പറയാനാണ് വന്നത്. ഒരു വീട്ടില് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി വീടും പരിസരവും നല്ലോണം നോക്കും. അപ്പൊ ആ മുത്തശ്ശി പക്ഷികളെയും
എല്ലാരും ഇഷ്ടപ്പെടുവായിരുന്നു. പാവം കാക്കകളെ ഈ മുത്തശ്ശി ഓടിച്ചു വിടുവായിരുന്നു. അപ്പൊ ആ മുത്തശ്ശി അകത്ത് കയറി പോയിട്ട് മുറിവായ മുത്തശ്ശി കിടന്നു. അപ്പൊ കാക്കകൾ പറഞ്ഞു, മുത്തശ്ശി ഇവിടെ ഇല്ലേ? മുത്തശ്ശി എവിടെയും പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ കാക്കകൾ എന്ത് ചെയ്തു? ആ മുത്തശ്ശിക്ക് എല്ലാ കടിയിലൊക്കെ എടുത്ത് മാറ്റി. അപ്പൊ അതെല്ലാം വൃത്തിയാക്കി വെച്ചു. അപ്പൊ ഈ മുത്തശ്ശി ജനാലിൽ കൂടെ നോക്കിയപ്പോ ഈ കാക്കകള് വൃത്തിയാക്കുന്ന കണ്ടു. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഈ കാക്കകളെയാണോ ഞാൻ ഇത്രയും ആട്ടി ഓടിച്ച്? അപ്പൊ മുത്തശ്ശി നല്ല രുചിയുള്ള നെയ്യപ്പം ഉണ്ടാക്കി. അപ്പൊ ആ കാക്കകളോട് പറഞ്ഞു, വാ മക്കളെ, ഞാൻ ഒന്നും പറയൂല, ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നേ നോക്ക്, നെയ്യപ്പം, നല്ല രസമുള്ള നെയ്യപ്പം. അപ്പൊ കാക്കകൾ പേടിച്ച് മറ്റി ഓടി. അപ്പൊ മുത്തശ്ശി വാ മക്കളെ വിളിച്ചു. അപ്പൊ ആ നെയ്യപ്പം താഴെ വെച്ച് കാക്കകൾ ചെറപ്പറാന്ന് തിന്നു. ആ കാക്ക. എന്റെ കഥ കഴിഞ്ഞു. ബൈ. അപ്പോൾ നമ്മുടെ ജക്കിക്കുട്ടി പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഥയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇസ്മി അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.